കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും അവരുടെ സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന എം.വി. നികേഷ് കുമാർ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം വളരെ വൈറലായിരുന്നു ആളുകളുടെ ഇടയിൽ. ആ പ്രസംഗം വൈറലാവാനുള്ളൊരു കാരണം അദ്ദേഹം EMSൻ്റെ ലോകം എന്ന് പറയുന്ന സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ പാർട്ടി പ്രവർത്തകരോടും അതിൻ്റെ സഖാക്കളും അനുഭാവികളോടുമൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് പല രീതികളിൽ ആ പ്രസംഗം ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതിൻ്റെ റൈറ്റ് സെൻസിൽ എത്ര പേരെടുത്തിട്ടുണ്ട് എന്നുള്ളതും എനിക്കൊരു അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിൽ എം.വി. നികേഷ് കുമാർ പറഞ്ഞത് 2029 നിങ്ങൾ 2031 വരെയൊന്നും കാത്തു നിൽക്കേണ്ട, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP കേരളത്തിൽ പിടിമുറുക്കും. അതിൻ്റെ കണക്കുകൾ ഇതാ, ഞാനിപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് പറഞ്ഞുതരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് BJPക്ക് ഒരു 29, 30, 31% വരെ കിട്ടാം, ഏതാണ്ട് ഒരു 33% വരെ CPMനും LDFനും കിട്ടാം, ബാക്കിയുള്ളത് UDFനും കിട്ടാം. അങ്ങനെ വലിയ വിജയം യഥാർത്ഥത്തിൽ UDFും അതുപോലെ വലിയ നേട്ടം BJPയും ഉണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വാചകങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ആളുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും യഥാർത്ഥത്തിൽ കേട്ടോ നികേഷ് കുമാർ, എം.വി. നികേഷ് കുമാർ പോലും BJP അത് ഇവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നു, CPM തളരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമൊക്കെ നടത്തി. വസ്തുതകൾക്ക് നിരക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് അടർത്തിയെടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോകളും അതുപോലെ തന്നെ ചില ആളുകളുടെ പ്രബന്ധങ്ങളുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാർട്ടി മെമ്പർമാർ, അനുഭാവികളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ഇനി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ് അവരെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ കേരളത്തിൽ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പാർട്ടി നേതാക്കന്മാരോടും നികേഷിനോടും ഒക്കെ തന്നെ ഇക്കാര്യം സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ കേരളത്തിലെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ നിന്നും CPM പതുക്കെ പിൻവാങ്ങി. നേരത്തെ പൂക്കാസയും അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ ഒരു 10-20 കൊല്ലമായിട്ട് പിൻവാങ്ങി എന്നുള്ളത് മാത്രമല്ല, പഴയ പോലെയുള്ള സെമിനാറുകളോ പുസ്തക വിതരണമോ അല്ലെങ്കിൽ ചർച്ച ചെയ്യലോ ഒന്നും നടക്കുന്നില്ല കേരളത്തിൽ. പകരം അതെല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്, ഫേസ്ബുക്കിലാണ്, ഇൻസ്റ്റാഗ്രാമിലാണ്, ട്വിറ്ററിലാണ്, അതുപോലെ യൂട്യൂബുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരം യൂട്യൂബുകളിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ തന്നെ നമ്മൾ ആക്റ്റീവായി അല്ലാതിരിക്കുകയും പകരം അവിടെയൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, സംഘപരിവാർ നിലപാടുള്ള ആളുകൾ നിരവധി ഐക്കണുകളെ, നിരവധി വലിയ യൂട്യൂബ് ചാനലുകളെയും അവരിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ആളുകളെയും ഒക്കെ വളർത്തിയെടുക്കുന്നതിൽ അവർ വളരെ കൃത്യമായി വിജയിച്ചു. അത്തരത്തിലുള്ള ആളുകളെ വളർത്തിയെടുത്താനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ നിരന്തരമായി ഈ സംഘപരിവാർ അനുകൂല വീഡിയോകൾ ചെയ്യുമ്പോൾ അത് നിരന്തരമായി കൺസ്യൂം ചെയ്യുന്ന നിരവധി ആളുകൾ കൂടി സൃഷ്ടിച്ചെടുക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പലപ്പോഴും ഈ നമ്പർ അറിയാതെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രംഗത്ത് നിന്ന് CPM വലിയ തോതിൽ പിന്മാറിയിരുന്നു. അതാണ് CPMൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ. BJPയെ സംബന്ധിച്ചും സംഘപരിവാറിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ പണം മുടക്കി അത് ചെയ്യാനുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു. UDFനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഒരു ഏകീകരണം അവർക്ക് അനുകൂലമായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വലിയ സാഹചര്യത്തിൽ വലിയ പുറകോട്ട് പോയത് CPM ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എം.വി. നികേഷ് കുമാർ പറഞ്ഞത്. എം.വി. നികേഷ് കുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവാക്കണം. നിങ്ങൾക്ക് ഗംഭീരമായി സുന്ദരമായി സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതൊന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയില്ല എന്നുള്ളതൊന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. പക്ഷേ നിങ്ങൾ നിരന്തരമായ ഇടപെടലുകൾ ആശയപരമായി ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കണം. അത് സുന്ദരമാകണമെന്ന് നിർബന്ധമില്ല, ഏറ്റവും ഭംഗിയോടെ എഴുതണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു വീഡിയോകൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നത് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ ഉണർന്നെണീക്കുകയും അത് കൃത്യമായിട്ട് ആളുകളുടെ വീഡിയോകൾ കാണുകയും അത് കമൻറ്റ് ചെയ്യുകയും നിരന്തരമായി കാണുകയും ആദ്യത്തെ 1 മണിക്കൂറിനകം തന്നെ ആ വീഡിയോകൾക്കോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടകൾക്കോ വലിയ റീച്ച് ഉണ്ടാവുകയും അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ അത് തന്നെ ഈ യൂട്യൂബിൻ്റെയും സോഷ്യൽ മീഡിയയിലുമൊക്കെ അൽഗോരിതം മാറ്റാൻ തയ്യാറാക്കുമെന്നും ആ അൽഗോരിതം മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ തോതിൽ നമുക്ക് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളെ അല്ലെങ്കിൽ അബദ്ധമായിട്ടുള്ള പ്രചരണങ്ങളെ, ഇത്തരത്തിലുള്ള വിഷം വമിപ്പിക്കുന്ന വർഗീയ പ്രചരണങ്ങളെ, സംഘപരിവാർ നിലപാടുകളൊക്കെ തന്നെ തുറന്നു കാണിക്കാൻ കഴിയുമെന്നും അത്തരത്തിൽ ഓരോരുത്തരും ഒരു സംപ്രേക്ഷകരായി മാറണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രോഡ്കാസ്റ്റേഴ്സായി മാറണം.
ഇത് തന്നെ നേരത്തെ നികേഷ് പല വേദികളിലും നിരന്തരമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കീപാഡുകളിലാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇവിടെ CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പല എഫേർട്ടുകളും ആശയവും ഒക്കെ നല്ലതാണെങ്കിൽ പോലും ഇത് എത്രത്തോളം കൃത്യമായി നടപ്പിലാകുന്നുണ്ട്. ഇപ്പോൾ എത്ര യൂട്യൂബ് ചാനലുകളിൽ, എത്ര സോഷ്യൽ മീഡിയകളിൽ എത്ര പേര് CPM-നെയോ പ്രോ LDF ആയിട്ടോ നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം റീച്ചുകളുണ്ട് എന്നൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ സംഘപരിവാറൊക്കെ തന്നെ ഇവിടെ വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ പലരും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, യൂട്യൂബിൽ പലപ്പോഴും അവരുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ തന്നെ 10,000 അല്ലെങ്കിൽ 20,000 25,000 ഒക്കെ വരെ വ്യൂവർഷിപ്പ് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ കിട്ടും. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഇതങ്ങനെ ഓർഗാനിക്കലി വന്ന് കിട്ടുന്നൊരു വ്യൂസ് അല്ല. പകരം അവർ വളരെ കൃത്യമായി ചില ആളുകളുമായി ടൈപ്പ് ഉണ്ടാക്കുകയും ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്കൊക്കെ അവരുടെ വീഡിയോകൾ ഇട്ട് കൊടുക്കുകയും, അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിന് തന്നെ നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ വീഡിയോകൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മൊബൈലിലൂടെ വെച്ചിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും, അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഒരു 2 ലക്ഷം ഫോളോവേഴ്സ് അവർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ 25,000 പേരെങ്കിലും ആദ്യത്തെ മണിക്കൂറിൽ കാണുകയും ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം മാറുകയും പിന്നീട് മറ്റുള്ള ആളുകളെ അത് കാണിക്കാൻ യൂട്യൂബിന് തന്നെ താല്പര്യം ഉണ്ടാവുകയും ഇത് ആളുകൾക്ക് വലിയ ഡിമാൻഡുള്ള കാര്യമാണെന്ന് വിചാരിക്കുകയും ഒരു ഇംപ്രഷൻ കൂട്ടുകയും അതുപോലെ ഇംപ്രഷൻ ക്ലിക്കുകൾ കൂടുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് വളരെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമുക്കൊരു 1 ലക്ഷം പേരോ 2 ലക്ഷം പേരോ ഒക്കെ ഫോളോവേഴ്സ് ഉള്ള സംഘടനകൾക്ക് പലപ്പോഴും ഇത് കൃത്യമായി ഇതിനെ സ്വാധീനിക്കാൻ കഴിയും. ഇത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തെ തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇതുകൊണ്ട് ഒരു ഗുണമെന്നുള്ളത് അവരുടെ വ്യൂവർഷിപ്പ് കൂടും. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മൾ പണമൊന്നും കൊടുക്കാതെ തന്നെ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. കാരണം എന്താ? അവർക്ക് വ്യൂവർഷിപ്പ് ഉള്ളത് ഇതുകൊണ്ടാണെന്ന് അവർ വിചാരിക്കും. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അവരുടെ അനുയായികളും അനുഭാവികളുമായിട്ടുള്ള ആളുകൾ ഇഷ്ടത്തോടെ അല്ലാതെ പോലും ഇത് ഏറ്റവും ആദ്യം കാണുന്നു. ചിലപ്പോൾ അവർ തിരിച്ചിങ്ങനെ മൊബൈൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ ഒരു 10 ദിവസം ചെയ്ത് കഴിയുമ്പോൾ 20 ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ മാത്രമേ, ഈ രീതിയിലുള്ള കണ്ടന്റുകൾ മാത്രമേ അവരുടെ ഫീഡിലേക്ക് വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും ഇതേപോലെയുള്ള കണ്ടന്റുകൾ അറിയാതെയാണെങ്കിലും വീണ്ടും വീണ്ടും കാണുകയും അവരിതിന് അഡിക്റ്റ് ആവുകയും ചെയ്യും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് 2 തരത്തിലും, ഇത് കൂടുതൽ അനുഭാവികളെ സൃഷ്ടിക്കാനും അവരെ ഉറപ്പിച്ചു നിർത്താനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരവധി യൂട്യൂബേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ കാര്യമാണ് യഥാർത്ഥത്തിൽ MV നികേഷ് കുമാർ പറഞ്ഞത്. ഇതൊന്നും ചെയ്തില്ല എങ്കിൽ BJP ഇതുപോലെ തന്നെ പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 29, 30, 31% വോട്ടുകളിലേക്ക് BJP എത്തിയേക്കാം. കാരണം കഴിഞ്ഞ തവണ 2024 ലോക്സഭയിലാണ് BJP ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്. 19.7% വോട്ടും 38 ലക്ഷത്തോളം വോട്ടുകളും നേടിയത് ആ സമയത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള 38 ലക്ഷം വോട്ടുകളിലേക്ക് വലിയ തോതിൽ ഒരു 10-12 ലക്ഷം വോട്ടുകൾ കൂടി അവർ കൂട്ടിയാൽ ഈ പറയുന്ന പെർസെൻറ്റേജുകളിലേക്ക് അവരെത്തുന്ന കാലം വിദൂരമല്ല. അതിനുള്ള ഒരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട്. കാരണം UDF-ഉം അതുപോലെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണയോടുകൂടി ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് വലിയ തോതിൽ അവർക്കുള്ള ഒരു പ്രതിപക്ഷമായി മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കുറച്ച് കടന്നു പറയാനും കുറച്ചുകൂടി ഈ പറയുന്ന പോലെ വർഗീയ ചേരുവകൾ ചേർക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ MV നികേഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. അതിൻ്റെ അർത്ഥം CPM ഇവിടെ തകർന്നിരിക്കുന്നുവെന്നോ CPM ഇല്ലാതായിരിക്കുന്നുവെന്നോ അല്ല. 81 ലക്ഷം വോട്ടുള്ള, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, 81 ലക്ഷം വോട്ടുള്ള ഒരു മുന്നണിയാണ് ഇപ്പോഴും LDF എന്ന് പറയുന്നത്. 1 കോടി വോട്ട്, അതായത് 19 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ UDF ആയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 65,90,000 വോട്ടുകളാണ് 2024 ലോക്സഭയിലേക്ക് LDF-ന് കിട്ടിയത്. അതേസമയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 71 ലക്ഷം വോട്ടുകളാണ്. അത് 81 ലക്ഷം വോട്ടുകളാക്കാൻ പിണറായിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ്. 19 ലക്ഷം വോട്ടുകൾ മാത്രമേ അവർക്ക് കൂടുതലുള്ളൂ. അതിൽ 8 ലക്ഷം 9 ലക്ഷം വോട്ടുകൾ ഇങ്ങോട്ട് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വിജയം ഒട്ടും ഈ പറയുന്ന പോലെ അകലെയല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ MV നികേഷ് കുമാർ പറഞ്ഞു വെച്ചത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതിനെ മറ്റൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന നിരവധി വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ചില ആളുകൾ MV നികേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു, CPM തകരും എന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ എന്ന് പറയുന്നത് MV നികേഷ് കുമാർ ഒരു ട്രോജൻ കുതിരയാണ്, അദ്ദേഹം CPM-നകത്ത് നിന്ന് CPM-നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് പറയുന്നവരുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ല. വാസ്തവം ഇതാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണമെന്ന് മാത്രം. ഇത് സത്യമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞത്.